ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് SSGD 2023-24 എക്സാം എഴുതിയതിനു ശേഷം ഫിസിക്കലിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡിന്റെ അപ്ഡേറ്റ്സ് ആണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നാണ് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ആകാൻ പോകുന്നത്, ഫിസിക്കൽ എന്നായിരിക്കും സ്റ്റാർട്ട് ആകാൻ പോകുന്നത്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്നാണ് വരാൻ പോകുന്നത്, ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ 2024-25 SSCDക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇനിയും നിങ്ങൾ ഇതുവരെ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കരുത്. കുട്ടികളെ ട്രെയിനിങ് നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഫിസിക്കൽ ഡേറ്റിന്റെ എല്ലാ അപ്ഡേറ്റും ആൾറെഡി വന്നിരിക്കുകയാണ്. ആൾറെഡി അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ എന്നാൽ ഒത്തിരി കുട്ടികൾ മനസ്സിലൊരു ഡൗട്ടാണ്, എന്നായിരിക്കും അഡ്മിറ്റ് കാർഡ് വരുന്നത് എന്നതിനെ കുറിച്ചിട്ട്. കാരണം ഓണം ഫെസ്റ്റിവലൊക്കെ വരികയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും എന്താണ് ആൾറെഡി ഡീമോട്ടിവേറ്റഡ് ആണ്. പിന്നെ ചില കുട്ടികളൊക്കെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ചില ആരും തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് വരട്ടെ എന്നിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവരിലും എത്തിക്കുക. ജെന്യൂൻ ആയിട്ടുള്ള കാര്യമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. പ്രോപ്പർ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, പ്രോപ്പർ ഒഫീഷ്യൽ ലെറ്റർ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. വീഡിയോ തുടങ്ങുന്നതിന് ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് പറയാനുള്ളത്, ആന ഡിഫൻസ് അക്കാഡമിയിൽ SSCD 2024-25 ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ടോട്ടൽ കോഴ്സ് ഫീസ് 2500 രൂപയാണ്. ഈ ഒരു കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈവൻ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതാത് ദിവസങ്ങളെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടും ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഒഫീഷ്യൽ ആപ്പായ ആന ഡിഫൻസ് അക്കാഡമി എന്ന ആപ്പിൽ നിന്ന് വീക്കിലി 6 ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. 100+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നിടം വരെ ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് ഫുൾ സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് ചെയ്യുന്നത്, ഓൺലി റിട്ടേൺ എക്സാം പ്രൊവൈഡ് ചെയ്തിട്ട് എന്താണ് അവർ നിങ്ങളെ എന്താണ് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. റിട്ടേൺ എക്സാം കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ ആരൊക്കെയാണോ പാസ് ആവുന്നത് അവരുടെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിനകത്ത് അവർക്ക് ഫിസിക്കൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, മെഡിക്കൽ അവയർനെസ് കൊടുക്കുന്നതായിരിക്കും, പിന്നെ ഡോക്യുമെന്റ് അപ്ഡേറ്റ് കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ കൂടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും, മെഡിക്കൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓൺലി ഫീസ് ആവുന്ന 2500 രൂപ മാത്രമാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആന ഡിഫൻസ് അക്കാഡമിയിലെ SSCGDയുടെ ഓൺലൈൻ ക്ലാസിന്റെയും ഓഫ്ലൈൻ ക്ലാസിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം. എന്നായിരിക്കും നിങ്ങൾ അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത്. ആൾറെഡി നമുക്ക് കിട്ടിയ ഒഫീഷ്യൽ ലെറ്റർ അനുസരിച്ച് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം, കുട്ടികളുടെ നിങ്ങൾ ഫിസിക്കൽ സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എന്തായാലും ഈ മാസം 23-ാം തീയതി മുതലാണ്. സെപ്റ്റംബർ 23 മുതലാണ് നിങ്ങളെ ഫിസിക്കൽ സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. നിങ്ങൾ ഒട്ടും ലേറ്റ് ആക്കരുത്. ആരും മനസ്സിലൊന്നും വിചാരിക്കരുത് അയ്യോ ഇനിയും ഫിസിക്കൽ ഡേറ്റ് നീണ്ടൊന്നും പോകാൻ പോകുന്നില്ല. ഉടനെ തന്നെ നിങ്ങളുടെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ തവണത്തെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ എല്ലാ പ്രോസസ്സും ഒരുമിച്ചായിരിക്കും നടക്കുന്നത്. അതായത് ഫിസിക്കൽ, പിന്നെ അതിനുശേഷം മെഡിക്കൽ, അതിനുശേഷം പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം ഒരുമിച്ചായിരിക്കും കംപ്ലീറ്റ് ആകുന്നത്. അതുകൊണ്ട് വിചാരിച്ചിരിക്കരുത് ഫിസിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ തന്നെ നിങ്ങൾക്ക് മെഡിക്കലിന് വേണ്ടി 2 മാസം ലഭിക്കും എന്നൊന്നും വിചാരിക്കരുത്. ക്ലിയർ? എല്ലാം ഒരുമിച്ചായിരിക്കും നടക്കാൻ പോകുന്നത്. സെപ്റ്റംബർ 23 മുതലായിരിക്കും സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. അപ്പോൾ കുട്ടികളുടെ മനസ്സിലൊരു കൺഫ്യൂസ് ആണ്. സെപ്റ്റംബർ 23 എന്ന് പറയുമ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇതുവരെ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ചിട്ടില്ല. എപ്പോഴായിരിക്കും നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നത് അല്ലേ? അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ആൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതോടൊപ്പം ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിന് മുന്നേയൊക്കെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ആരായിരുന്നു? CRPF ആണ്. പക്ഷേ ഇവിടെ ഈ ഒരു പാരാ നമ്പർ 8 അതായത് ഈ ഒരു പോയിന്റ് നമ്പർ 8 ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഈ തവണ SSC ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് SSC ഇഷ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെയായിരിക്കും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന്. CRPF അല്ല ഈ തവണ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഒരു നോട്ടീസ് അനുസരിച്ച് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് SSC എന്നാണ്. ടോട്ടൽ ടൈം എടുക്കുന്നത് എത്രയാണ്? 20 days ആണ് അവർ ഓൺലി എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി അവർ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് 27/8 മുതലാണ്. അതായത് കഴിഞ്ഞ മാസം 27-ാം തീയതി മുതൽ എന്താണ് വർക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡിൻ്റെ എല്ലാ പ്രോസസ്സും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 21 now ആണ്. അതായത് സെപ്റ്റംബർ 21 മുന്നേ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. എന്നും പറഞ്ഞ് സെപ്റ്റംബർ 21 ലഭിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. അതൊരു മാക്സിമം ഡേറ്റ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇനി വരാൻ പോകുന്നത്, കുട്ടികൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്തായാലും സെപ്റ്റംബർ 15 അല്ലെങ്കിൽ 17 മുന്നേ തന്നെ എന്തായാലും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ? ഇതിന് മുന്നേ തന്നെ നിങ്ങളുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു അപ്ഡേറ്റ് ഇവിടെ 21 വരെ കൊടുത്തിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ 21 മുന്നേ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ പറയുന്നത്. ആ ഒരു ഡേറ്റിനെക്കാട്ടി മുന്നേ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചിലപ്പോൾ SSCയുടെ സൈറ്റിലായിരിക്കും, ഇല്ലാതുണ്ടെങ്കിൽ അവർ വേറെ ഏതെങ്കിലും പ്രോസസ്സ് ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യാൻ
പോകുന്നത്. എങ്ങനെയായാലും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. മെഡിക്കൽ എല്ലാവരും പോയി പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. മെഡിക്കലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അണ്ണ ഡിഫൻസ് അക്കാഡമിയിൽ വരാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിന് നിങ്ങൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അണ്ണ ഡിഫൻസ് അക്കാഡമി വരാവുന്നതാണ്. ഇവിടെ നിന്ന് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഫിസിക്കൽ നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ഡിസംബർ 7 ആയിരിക്കും. ഡിസംബർ 7 നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. അതിനുശേഷം ഉടനെ തന്നെ നിങ്ങൾ ട്രെയിനിങ്ങിനും പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.